എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അതായത് നീറ്റ് UG 2024 എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിന് ശേഷം MBBS, BDS അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ പഠിക്കുവാനാണ് താല്പര്യം ഉള്ളത് എങ്കിൽ, അതായത് MBBS, BDS അതുപോലെ തന്നെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, BTech, ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള ഇതുപോലുള്ള കുറേ കോഴ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സുകളിലൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് നിങ്ങൾ പാസ്സായിരിക്കണം. അതായത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് വിദ്യാർത്ഥികൾ പാസ്സായിരിക്കണം. ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നതിന് സാധിക്കുന്നതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്ലസ് ടു എക്സാമിനേഷൻ എഴുതാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നീറ്റ് എക്സാമിനേഷൻ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങൾ സംഘടിപ്പിക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ സംബന്ധിച്ച സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടത്. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഈ ഒരു നീറ്റ് എക്സാമിനേഷന് പരിഗണിക്കുമോ എന്നുള്ളത്. ഒരിക്കലും പരിഗണിക്കുന്നതല്ല. നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കാണ് ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ പരിഗണിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു പ്ലസ് ടു എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലൊരു മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു മാർക്കിൽ നിങ്ങൾക്ക് ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക് ടോട്ടലായിട്ട് നിങ്ങൾക്ക് 50%, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് നിങ്ങൾക്ക് 50% മാർക്കാണ് ജനറൽ കാറ്റഗറിക്ക് വേണ്ടത്. അതുപോലെ SC, ST, OBC അതുപോലെ മറ്റ് റിസർവേഷനുള്ള കാറ്റഗറി വിഭാഗക്കാർക്ക് 40% മാർക്കാണ് ഇതിൽ വേണ്ടത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നിങ്ങനെയാണ് നിബന്ധന. അതായത് പ്ലസ് ടു ആണ്, പ്ലസ് വണ്ണിൻ്റെ മാർക്ക് കൂട്ടില്ല. പ്ലസ് ടു അതായത് സെക്കൻഡ് ഇയറിലെ മാർക്ക് മാത്രമേ വിദ്യാർത്ഥികൾ ഇതിന് എലിജിബിൾ ആണോ എന്നുള്ളത് നോക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് പരിഗണിക്കുന്നതല്ല. ഈ ഒരു നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ ലഭിച്ചത് ആ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങളുടെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം 13 ലാംഗ്വേജസിലാണ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുക. അതായത് മലയാളം ഉൾപ്പെടെയുള്ള 13 ലാംഗ്വേജസിലാണ് ഈ ഒരു എക്സാമിനേഷൻ എഴുതുന്നതിനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രജിസ്ട്രേഷന് 3 സ്റ്റെപ്സ് ആണുള്ളത്. അതായത് ഒന്നാമത്തേത് ഈ ഒരു ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുക, രണ്ടാമത്തേത് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുക, മൂന്നാമത്തേത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യുക എന്നിങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തെറ്റുകളൊന്നും സംഭവിക്കാൻ പാടില്ല. തെറ്റുകൾ സംഭവിച്ചാൽ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതായത് എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുമ്പോൾ വരുത്തുന്നതോ അല്ലെങ്കിൽ അവിടെ നിന്ന് അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ നൽകുമ്പോൾ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൂടി, അതായത് NCL, അതായത് OBC വിദ്യാർത്ഥികൾ NCL സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 1500 രൂപയും ജനറൽ EWS, OBC, NCL അതായത് നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള OBC വിദ്യാർത്ഥികൾ എന്നിവർക്ക് 1600 രൂപയും, SC, ST, PWBD, തേർഡ് ജെൻഡർ എന്നിവർക്ക് 1000 രൂപയുമാണ് ഫീസ് ഉണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ 80% നിങ്ങളുടെ മുഖം വ്യക്തമായിരിക്കണം. അതായത് ചെവി ഉൾപ്പെടെ ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ JPG അല്ലെങ്കിൽ JPEG ഫോമാറ്റിലായിരിക്കണം നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ സ്കാൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ഈ ഒരു അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചറൊക്കെ നിങ്ങൾ വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ട ശേഷം അത് സ്കാൻ ചെയ്തുകൊണ്ട് അപ്ലോഡൊക്കെ ചെയ്ത് നൽകേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫേസ് ഫുൾ 80% ക്ലിയർ ആണ്. അത് ചെവി ഉൾപ്പെടെ കാണുന്ന രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം. അത് ക്ലിയർ ആണെന്നുള്ളതൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ
ഇത് ഇങ്ങനെ നിങ്ങളുടെ ഫേസ് അല്ലെങ്കിൽ സിഗ്നേച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ഒരു നീറ്റ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ എഴുതി ഇതിൽ എലിജിബിലിറ്റി നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.